ഇനിയൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ സർക്കുലറിനെതിരെ വിദഗ്ധർ രംഗത്ത്. ക്ലാസ് എടുക്കാൻ പ്രൊഫസർമാർ തന്നെ വേണമെന്നില്ലെന്ന സർക്കുലറിനെതിരെയാണ് പ്രതിഷേധം. പുതിയ സർക്കുലർ പ്രകാരം 1:15 എന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:20 ആക്കി മാറ്റി. ഫാർമസിയിൽ ഏത് വിഷയം പഠിച്ചവർക്കും മറ്റേത് വിഷയവും കൈകാര്യം ചെയ്യാം. പലർക്കും ജോലി നഷ്ടമാകുമെന്നും പഠന നിലവാരത്തെ ബാധിക്കുമെന്നുമാണ് പരാതി. അതിൽ പ്രധാനമായും വരുന്നത് ഈ പ്രൊഫസർമാർ ഓർ അസോസിയേറ്റ് പ്രൊഫസർ എന്നുള്ള തസ്തികയിൽ ഇഷ്ടമുള്ളത് നിയമിച്ചാൽ മതിയെന്നും 1:15 ആയിരുന്നു സ്റ്റുഡൻറ്റ് സ്റ്റാഫ് റേഷ്യോ. ഇപ്പോൾ അത് 1:20 ആക്കി എന്ന് മാത്രമല്ല, ഏത് ഡിസിപ്ലിനിലെ ആൾക്കും ഏത് സബ്ജക്റ്റും എടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ ആ ഗവേഷണ രംഗത്തൊക്കെ സാരമായ ഇടിവ് സംഭവിക്കും എന്നുള്ളത് വസ്തുതയാണ്. അതുപോലെ തന്നെ നിലവിൽ ഗണ്യമായി ആളുകളുടെ ജോലി നഷ്ടപ്പെടും. സാനിയ മനോമി നൽകും വിവരങ്ങൾ. സാനിയ മനോമി, ഗുഡ് ഈവനിംഗ്. ജോലി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ അനുപാത മാറ്റം എത്തിക്കും എന്ന ഈ പ്രതിഷേധം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഗുഡ് ഈവനിംഗ് സുജയ. ജോലി നഷ്ടമാകും എന്നതിനപ്പുറത്തേക്ക് വലിയൊരു വിഷയമാണ്. നേരത്തെ തന്നെ നമ്മൾ SIT സ്റ്റോറിയായൊക്കെ ചെയ്തതാണ് ഫാർമസി വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറഞ്ഞു വരുന്നു എന്നുള്ളത്. അതിന് ഒന്നുകൂടി താഴേക്ക് പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലർ ഉള്ളത്. അതായത് 1:15 എന്ന അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:20 ആക്കി മാറ്റുമ്പോൾ തന്നെ ഒരു അധ്യാപകന് കൂടുതൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളതുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ പേർക്ക് ജോലി നഷ്ടമാകും എന്നുള്ളതുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഫാർമസിയിൽ ഏത് ഡിസിപ്ലിൻ പഠിച്ചവർക്കും ഫാർമസിയിൽ തന്നെ ഏത് ഡിസിപ്ലിനും ക്ലാസ് എടുക്കാം എന്നുള്ളതാണ്. അത് ഗുണനിലവാരത്തെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഫാർമസി പ്രാക്ടീസ് ഡിപ്പാർട്ട്മെൻറ്റ് UG തലത്തിൽ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് ഫാർമസിക്ക് പ്രാക്ടീസിങ് ചെയ്യണമെങ്കിൽ UG തലത്തിൽ പ്രാക്ടീസിങ് വേണ്ട, അതിന് ഒരു തിയറി ക്ലാസ് മാത്രം പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ജനുവരി 15 ഈ സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പലർക്കും ജോലി നഷ്ടമാകും എന്നുള്ളതും ഒപ്പം പഠിച്ച വിഷയം തന്നെ വേണ്ട പഠിപ്പിക്കാൻ എന്നതും ഒരു പ്രത്യേകതയാണ്. ഈ കൗൺസിലിംഗ് ഈ ഒരു സർക്കുലറിനെതിരെ സർക്കാരിനെ സമീപിക്കും. അതിൽ കേരള സർക്കാർ അടക്കം ഇടപെടണമെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്.